കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗപൂർന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും കരുണയും കരുതലും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, കാരണം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ കണ്ണുനീരുന്ന, കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത അവിടുത്തെ നമുക്ക് ആരാധിക്കാം. വീണ സന്ദർഭങ്ങളെന്ന് ലോകം പറഞ്ഞു, ഇനി എഴുന്നേൽക്കത്തില്ല, രക്ഷപ്പെടില്ല, ദുർവ്യാധി പിടിച്ചു, കിടപ്പിലായി എന്നൊക്കെ പറഞ്ഞ സമയങ്ങളുണ്ടായിരുന്നല്ലോ. അക്ഷരിക വ്യാധി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഒരു ചേഞ്ച് വരത്തില്ലെന്ന് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നോക്കി ചർച്ച ചെയ്തവരുടെ മുമ്പാകെ ഇന്ന് വിളിച്ചു പറയാൻ കഴിയില്ലേ, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും ധൈര്യത്തോടെ? ശക്തനായവൻ, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം അതിശ്രേഷ്ഠമാണ്, പരിശുദ്ധമാണ്, എല്ലാ മുട്ടും മടങ്ങുന്ന നാമമാണ്, എല്ലാ നാമം പുകഴുന്ന നാമമാണ്. ആ നാമത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ആ നാമത്തിൻ്റെ ശക്തിയാൽ രോഗികൾ സൗഖ്യമാകും. പ്രിയരെ, കഴിഞ്ഞ നാളുകളിൽ ശ്രേഷ്ഠകരമായി ചെയ്ത ദൈവം, അതുകൊണ്ടാണ് യെശയ്യാപ്രവചനത്തിൽ പറയുന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവിടുന്ന് ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങാത്ത വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്തിരിക്കുക. ഇന്ന് വിശ്വസിക്കുക. എങ്ങനെയായിത്തീരുമെന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹാകരുണയും കരുതലും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ അവിടുത്തേക്ക് ഇന്നും കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ സന്ദേശം ഏറ്റെടുക്കണമേ. വിശ്വസിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ പരാജയപ്പെടത്തില്ല. നമ്മുടെ ദൈവം ആരാന്നൊരു വിശ്വാസം ആദ്യം നമ്മളൊന്ന് ഭരിക്കണം. സർവശക്തനാണ്, അതിരുകളില്ലാത്ത ദൈവമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ പരിമിതിയില്ലാത്ത ദൈവമാണ്. ഒരു വഴിയോ 10 വഴിയോ നമ്മുടെ മുമ്പിലുള്ളൂ, അല്ലേ? എന്നാൽ കോടാനുകോടി വഴിയുള്ള ദൈവമാണ് നമ്മൾ സേവിക്കുന്നത്. ആ ഒരു ചിന്ത ഇന്ന് പകൽ നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. വിശ്വസിക്കാമോ? സമുദ്രത്തിൽ ദൈവത്തിൻ്റെ വഴിയുണ്ട്, മരുഭൂമിയിലുണ്ട്, കൊടുങ്കാറ്റിലുണ്ട്. സ്തോത്രം. എല്ലായിടത്തും ആ ദൈവത്തിൻ്റെ വഴി നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. അത് വെളിപ്പെട്ടാൽ ആർക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യ വഴികളൊക്കെ അസ്തമിച്ച് ജനം ഭാരപ്പെട്ടപ്പോൾ മരുഭൂമിയിൽ ഞങ്ങൾക്ക് അപ്പം വേണമെന്നവർ നിലവിളിച്ചു. അത് മരുഭൂമിയാണ്. മാനുഷ്യമായിട്ടാണ് അവരെല്ലാം സ്റ്റെപ്പുകൾ എടുത്തത്. അവരുടെ ചിന്തകൾ അങ്ങനെയായിരുന്നു. ഓരോ വിടുതൽ കഴിയുമ്പോഴും അടുത്തത് എങ്ങനെ നടക്കും, കാൽക്കുലേഷൻ ഒത്തിരി അവർ കൂട്ടിയും കുറച്ചും എത്തും പിടിയും കിട്ടാതിരുന്നപ്പോൾ അവരുടെ വഴിക്കനുസരിച്ചല്ല, ചിന്തയ്ക്കനുസരിച്ചല്ല ദൈവം ചെയ്തത്. സഹോദരങ്ങളെ, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന ശക്തന്മാരുടെ അപ്പത്തെ, സ്വർഗീയ ഭോജനത്തെ ദൈവം അവർക്ക് വേണ്ടി കൊടുത്തില്ല. ഇതാ ഞാൻ പറഞ്ഞത്. അവർ താഴെ നിന്ന് കുറേ വഴികൾ പ്രതീക്ഷിച്ച് ഒക്കെയാണ് ആരപ്പം തരും ഈ കാട്ടിലെന്ന് ചോദിച്ചു. പക്ഷേ കാട്ടിലും നീ ഇരിക്കുന്നിടത്തും മരുഭൂമിയിലും തളർന്നിരിക്കുന്നിടത്തും നിനക്ക് വേണ്ടി ആകാശം തുറക്കാൻ കഴിവുള്ള ഒരു ദൈവമല്ലേ സഹോദരങ്ങളെ നമ്മൾ സേവിക്കുന്നത്? ആ കരം ഇന്നും കുറുതായിപ്പോയോ? ആ ചെവി മന്ദമായിപ്പോയോ? തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നൊരു സ്വർഗമുണ്ട് കേട്ടോ. കരയുന്നവർ പരാജയപ്പെടത്തില്ല.
അവർ തലകുനിക്കപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. അവരെ സഹായിക്കുന്നവൻ ഇന്നും നിങ്ങളോട് കൂടെയുണ്ട്. ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തിട്ട് വളരെ സുപരിതമായ ഒരു വാക്യം നമ്മൾ ചിന്തിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1:9 തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ്ലീഹ ലേഖനം എഴുതുകയാണ്. വിശുദ്ധീകരിക്കപ്പെട്ട് അവിടെയും ഇവിടെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന സകല വിശുദ്ധന്മാർക്കും എഴുതിയ ലേഖനമാണിത്. ജനത്തെ ഉറപ്പിക്കുമ്പോൾ സ്ലീഹൻ പറയുന്ന വാക്കുകൾ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുന്നു. അവരെക്കുറിച്ച് സ്തോത്രം ചെയ്യാൻ അവർക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപ, പ്രിയരെ, ആ ദൈവത്തിൻ്റെ ഗ്രേസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫേവർ എപ്പോഴും നമുക്കുണ്ടാവണം. നമ്മുടെ ജനറേഷൻ ഉണ്ടാവണം ആ കൃപ. അതുകൊണ്ടാണ് പൗലോസിൻ്റെ മേൽ ആ കൃപ ഏറ്റെടുത്തിട്ട് പറയുകയാണ്, ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ. അത് മതി. അതുകൊണ്ട് പൗലോസിനോട് കർത്താവ് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. പൗലോസ്, നീ ബലഹീനെന്ന് പറയുമ്പോൾ എൻ്റെ കൃപ നിനക്ക് മതി. ബലഹീനതയെ ഓവർകം ചെയ്യുന്ന ദൈവകൃപ. ശക്തി ചോർന്നു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിൽക്കാൻ പറ്റത്തില്ല, ത്രാണിയില്ലെന്ന് പറയുമ്പോൾ, അവിടെ നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവകൃപയുടെ ആഴം ഇന്ന് പകൽ എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ആ ദൈവകൃപയ്ക്കായി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ആ ദൈവത്തിൻ്റെ മഹാകൃപയ്ക്കായി ദൈവത്തിനൊന്ന് നന്ദി പറയാൻ ഒന്ന് തയ്യാറായിട്ട് സ്തോത്രം ചെയ്യൂ. ആ ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും ദൈവത്തിൻ്റെ സകല വചനത്താലും നിങ്ങൾ സമ്പന്നരായിത്തീരണം. ഇതാണ് പരിശുദ്ധാത്മാവ് ഒരു കൂട്ടായ്മയെ പറ്റി ആഗ്രഹിക്കുന്നത്. പരിജ്ഞാനത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും നമ്മൾ ശക്തരാവണം. വചനത്താൽ ജീവിക്കണം, വചനത്താൽ മുമ്പോട്ട് പോകണം, വചനം നമ്മുടെ അകത്ത് കയറണം. നമ്മുടെ ചിന്താവിഷയം ഞാനൊന്ന് വേഗത്തിൽ ചർച്ച ചെയ്യാം. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചത് ഒരു പാസ്റ്റർ അല്ല, ഒരു നേതാവല്ല. എപ്പോഴും ഓർത്തോണം, ഒരു സംഘടനയല്ല. കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തന, കേട്ടോ. അതിൻ്റെ അർത്ഥം, ദൈവശബ്ദം കേട്ട് ഇറങ്ങിയവരോട് പറയുന്നു, നീയും നിന്റെ തലമുറകളും വഴിയാധാരമാകത്തില്ല, നടുക്കടലിൽ പോകത്തില്ല, താളടിയാവില്ല. കാരണം നിങ്ങളെ ദൈവശബ്ദം കേൾപ്പിച്ച ഇറങ്ങിയ സമയത്ത് ഇപ്പോഴും പ്രതികൂലങ്ങളിലൂടെ പോന്നില്ലേ? പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നില്ലേ? ഇല്ല. ഉറപ്പായി പറയുന്നു, വിളിച്ചവൻ വിശ്വസ്തന. നിങ്ങളെയും നിങ്ങളുടെ ജനറേഷനെയും അവിടുന്ന് തള്ളിക്കളയത്തില്ല. നിങ്ങൾ പറയും, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയതാ, ആരും കൂടില്ല. ഇല്ല, കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച, അതും ഏത് യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ. ഇതിനൊരു നായകനുണ്ട്, കേട്ടോ. അത് യേശു ക്രിസ്തു നായകനായി അവിടുത്തെ പിന്നാലെ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചെങ്കിൽ പരാജയപ്പെടത്തില്ല. ആവർത്തിച്ച് ദൈവാത്മാവ് പറയുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തന, നിങ്ങളുടെ തലമുറകളെ വിളിച്ചവൻ വിശ്വസ്തന, നിങ്ങളോട് വാക്കു പറഞ്ഞവൻ വിശ്വസ്തന, നിങ്ങളെ കേൾപ്പിച്ച ദൈവശബ്ദം വിശ്വസ്തൻ്റെ ശബ്ദമാ, നിങ്ങളെ കേൾപ്പിച്ച പ്രവചനദൂത് ദൈവത്തിൻ്റെതാ. അതിനു മാറ്റമില്ല. പ്രവൃത്തിയിൽ വിശ്വസ്തൻ, വാക്കിൽ വിശ്വസ്തൻ, അത്ഭുതങ്ങളിൽ വിശ്വസ്തൻ. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ അവിടുന്ന് വിശ്വസ്തനാണ്.
പതറരുത്, സംശയിക്കരുത്, ധൈര്യം ചോർന്നു പോകരുത്. ചില പ്രതികൂലത്തെ കണ്ട് ശക്തി ചോരുന്നവരോട് പറയുന്നു, നിങ്ങളെ കൂട്ടായ്മയിലേക്ക്, ദൈവത്തിൻ്റെ ആ കൂട്ടായ്മയിലേക്ക്, യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചത് മനുഷ്യരല്ല, മനുഷ്യരാണ്. നിങ്ങൾ പരാജയപ്പെടും. നിങ്ങളെ വിളിച്ചത് ദൈവം. ദൈവം ഏത് ദൈവം എന്നറിയാമോ? ജീവനുള്ള ദൈവം, സർവശക്തനായ ദൈവം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, ഉദ്ധരിക്കുന്ന ദൈവം, കുനിഞ്ഞിരിക്കുന്നതിനെ നിവർത്തുന്ന ദൈവം, ബലഹീനരെ താങ്ങുന്ന ദൈവം, ചാവാറായതിനെ ശക്തീകരിക്കുന്ന ദൈവം, എഴുന്നേൽക്കാൻ പറ്റാത്തതിനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം, അകത്തിരിക്കുന്ന ചിലതിനെ പുറത്തേക്ക് ഇറക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. എന്നെയും എൻ്റെ കുടുംബത്തെയും വിളിച്ച ദൈവം വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ. വാക്കു പറഞ്ഞാൽ മാറാത്തവൻ, സൗഖ്യദായകൻ, യഹോവ റഫ. യേശുവിൻ്റെ നാമത്തിൽ ഭയങ്ങൾ ഇന്ന് പകൽ മാറുകയാണ്, ചഞ്ചലത്തിൻ്റെ അവസ്ഥകൾ മാറുകയാണ്. ആ ശക്തമായ ദൈവാത്മാവ് പറയുന്നു, ധൈര്യം ചോർന്നു പോയ ചിലർ ശക്തിപ്പെടട്ടെ. വിളിച്ചവൻ, 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 നിങ്ങളെ കൂട്ടായ്മയിലേക്ക് വിളിച്ചവൻ, ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചവൻ, 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 വിശ്വസ്തൻ. പലരും പറയും, നിൽക്കുന്നത് കാണട്ടെ, നടക്കുന്നത് കാണട്ടെ, തിരിച്ചു വരും. ഇല്ല, ഇറങ്ങിയ തൻ്റെ ജനത്തെ തിരിച്ചു ദൈവം പഴയടത്തേക്ക് പറഞ്ഞു വിട്ടിട്ടില്ല. പറവോൻ പറഞ്ഞു തിരിച്ചു വരും, തമ്പുരാൻ പറഞ്ഞില്ല തിരിച്ചു വരാൻ വേണ്ടിയല്ല ഞാൻ അവരെ പുറപ്പെടുവിച്ചത്, എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനാ. പറവോനെ, നിനക്ക് തെറ്റുപറ്റി. ലാബാന്യ ശക്തികൾ യാക്കോബിൻ്റെ പിന്നാലെ വന്നു. യാക്കോബ് പറഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ടില്ല, എന്നെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് പകൽ ചിലതിനെ പുറപ്പെടുവിച്ചത്, ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ചത്, എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനാ. വിശ്വസിക്കുക. ഒരു ദൈവ സാന്നിധ്യം ഇപ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ അത് തിരിച്ചറിയട്ടെ. വിളിച്ചവൻ വിശ്വസ്തൻ, വിളിച്ച ദൈവം വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ. ആവർത്തിച്ച് പറ. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എനിക്കറിയാം. പൗലോസ് പറയുക, ലേഖനം എഴുതുമ്പോൾ, അവിടുന്ന് ആ ദിവസം വരെ എന്നെ കാക്കാൻ ശക്തൻ, ഞാൻ ഉറച്ചിരിക്കുന്നു. ആരെയാണെന്ന് എനിക്കറിയാം ആരെയാ ഞാൻ സേവിക്കുന്നത്, ആരെയാണ് ഞാൻ സേവിക്കുന്നത്, ആരാണ് എൻ്റെ ഉടയവൻ, എനിക്കതറിയാം. ഇന്ന് പകൽ ഉറപ്പുണ്ടാകട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മഹത്വമുള്ള വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങളെ ഉറപ്പിച്ചിരിക്കാൻ സ്തോത്രം. കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ വിളിച്ചവൻ ഉറപ്പിച്ചു നിർത്തും, ശക്തിയോടെ നിർത്തും, ബലത്തോടെ നിർത്തും, വീഴാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കരത്തിൽ അങ്ങ് പിടിച്ചിട്ടുണ്ട്. വിശ്വസ്തൻ കരത്തിൽ പിടിച്ചിട്ടുണ്ട്, ജീവിപ്പിക്കുന്നവൻ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലത്തു ഭാഗത്ത് എന്നും പ്രബോധങ്ങളുമുണ്ട്. ആ ദൈവമാണ് ഞങ്ങളെ വിളിച്ചത്. സ്തോത്രം പിതാവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. നമ്മുടെ ദൈവം വലിയവൻ, വിളിച്ചവൻ സർവശക്തൻ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.